self-guard, built on your apologies. Never work too hard, while I give it all of me. I'm a classic. Hi friends, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് ജിത്തു ആൻഡ് യു ആർ വാച്ചിങ് ട്രാവൽ വിത്ത് ജിത്തു സൈക്ലിസ്റ്റ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ പുറകിലേക്കുള്ള സാധനമുണ്ടോ, ടൊറൻഡോ M30 പുതിയ മോഡലാണ്. അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ M20യുടെ വീഡിയോ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടു, എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞത്. അപ്പോൾ അതിൽ കമൻറ്റ് ബോക്സിൽ പലരും പറഞ്ഞ് M30യുടെ വീഡിയോ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ ഇന്ന് ബോക്സ് ഓപ്പൺ ആക്കിയാൽ ഡീറ്റെയിൽ റിവ്യൂ ആണ്. അപ്പോൾ എൻ്റെ കൂടെ ഉള്ളത് കൂട്ടുകാരൻ അനസാണ്. അപ്പോൾ അത് തുടങ്ങാമോ? ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ ടൊറോണ്ടോ M30 പറഞ്ഞ മോഡൽ. ഇതിനെക്കുറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫ്രെയിമാണ്, അത്രയും നല്ല ഫിനിഷിംഗ് ആണ് ഇത് കൊടുത്തിരിക്കുന്നത്. നോക്കിയാൽ മതി, നമ്മുടെ കനോഡിയലിൻ്റെ ട്രയൽ സീരീസിന് അതായത് ഏകദേശം അതേ ഒരു ക്വാളിറ്റിയാണ് പെയിന്റിങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിലും ഫ്രെയിമിൻ്റെ ഫിനിഷിൻ്റെ കാര്യത്തിൽ കൊടുത്തിരിക്കുന്നത്. അത്രയും മാരക ലുക്കാണിത്. അപ്പോൾ ഇതിൻ്റെ സ്പെക്കിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ സാധാരണ 3x8 ആണ് ഗിയർ കോമ്പിനേഷൻ കൊടുത്തിരിക്കുന്നത്. ഷിമാനോൻ്റെ പാർട്സ് ആണ് എല്ലാം. EF500 ഷിഫ്റ്റേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത് 3x8. പിന്നെ M20 പോലെ തന്നെ അല്ല, ഇത് കസറ്റാണ് വരുന്നത്. M20 ഫ്രീ വീലാണ് 7 സ്പീഡ് വരുന്നത്. ഇത് പക്ഷേ 8 സ്പീഡ് കസറ്റാണ് വരുന്നത്. 12x32 ടീത്താണ് വരുന്നത്. 8 സ്പീഡ് 12ഉം 1 സ്പീഡ് 32 സ്പീഡാണ് വരുന്നത്, ടീത്താണ് വരുന്നത്. പിന്നെ ഇതിന് മറ്റൊരു സ്പെക്കാണ് ഷിമാനോയുടെ ക്രാങ്ക് സെറ്റ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഷിമാന അടിപൊളി ക്രാങ്ക് സെറ്റ് കൊടുത്തിട്ടുണ്ട്. വിത്ത് പെഡലാണ്, മെറ്റൽ പെഡലാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഫോർക്കാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സൂമിൻ്റാണ് കൊടുത്തിരിക്കുന്നത്. വൺ സൈഡ് ഹൈഡ്രോളിക്, മറ്റൊരു സൈഡ് സ്പ്രിങ്ങിൻ്റെ ഹൈഡ്രോളിക് ലോക്ക് ഔട്ടാണ് വരുന്നത് കൊടുത്തിരിക്കുന്നത്. ഫോർക്ക്. പിന്നെ ബ്രേക്കിനെ കുറിച്ചാണെങ്കിൽ നമ്മൾ M20ൻ്റെ സെയിം ബ്രേക്കാണ് കൊടുത്തിരിക്കുന്നത്. ലോഗൻ്റെ ബ്രേക്കാണ് കൊടുത്തിരിക്കുന്നത്. നല്ല പെർഫോമൻസ് ആണോ, കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നല്ല പെർഫോമൻസ് ആണ്. നല്ല പ്ലേ ഉണ്ട്, മാനുവലായിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ M20ൻ്റെ അതേപോലെ തന്നെ ഫ്രണ്ടും ബേക്കും QR ആണ് വരുന്നത്, ക്വിക്ക് റിലീസർ ആണ് വരുന്നത്. പിന്നെ വേറൊരു സ്പെക്കാണ് ഇതിന്റെ ഇന്നർ കേബിൾ. M20ൻ്റെ സെയിം അതുപോലെ തന്നെയാണ് ഇന്നർ കേബിൾ ആണ് വരുന്നത്. ബോഡിന്റെ ഫ്രെയിമിന്റെ ഉള്ളിൽ കൂടെയാണ് വരുന്നത്. പിന്നെ മൊത്തത്തിൽ അലോയ് ആണ്, അത് പറയേണ്ട ആവശ്യമില്ലല്ലോ. സീറ്റ് ആണെങ്കിലും സീറ്റ് പോസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഹാൻഡിൽ ബാർ ആണെങ്കിലും സ്റ്റെം ആണെന്നുണ്ടെങ്കിൽ എല്ലാം ഫ്രെയിം ആണെന്നുണ്ടെങ്കിലും എല്ലാം അലോയ് ആണ് കൊടുത്തിരിക്കണേ. അപ്പോൾ സ്വാഭാവികമായിട്ടും വെയിറ്റിന് നല്ല കുറവുണ്ട്. 18-19 കിലോനൊന്നുമില്ല, 16-15 കിലോനേ ഉള്ളൂ ടൊറോണ്ടോ M30 പറഞ്ഞ മോഡല്. പിന്നെ വേറൊരു ഏറ്റവും എന്ന് പറഞ്ഞാൽ ഏറ്റവും അൾട്ടിമേറ്റ് ലുക്കാണ് ഇതിന്. അതിൽ കൂടുതലൊന്നുമില്ല, നല്ല ലുക്കാണ്, അടിപൊളി ലുക്കാണ്. കയറി ഫിനിഷിംഗ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. പൗഡർ കോട്ടിങ് പെയിന്റ് ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അതാണ് അത്രയും ഒരു പ്രീമിയം ലുക്ക് കാണാൻ പറ്റുന്നത്, അങ്ങനെയാണ്. അതുകൊണ്ടാണ് 3x8 ഗിയർ കോമ്പിനേഷൻ നമ്മൾ കൊടുത്തിരിക്കുന്ന RD എന്ന് പറഞ്ഞത് അൾട്ടസിന്റെ 1 ലെവൽ അൾട്ടസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇത് 9 സ്പീഡ് സപ്പോർട്ട് ചെയ്യും. 9 സ്പീഡ് 8 സ്പീഡ് സപ്പോർട്ട് ചെയ്യുന്ന അൾട്ടസിന്റെ 1 ലെവൽ RD ആണ് കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ട് പറയുകയാണെങ്കിൽ ടൂർണിന്റെ TY സീരീസ് ആണ് വരുന്നത്. അതൊരു സാഹചര്യം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കോപ്പീസ് ഒക്കെ വരുന്നുണ്ട് ഷിമാനോന്റെ ആണെന്നുണ്ടെങ്കിലും. അത് വെച്ച് കമ്പയർ ആണെന്നുണ്ടെങ്കിൽ ജെന്യൂൻ പാർട്സ് ആണ് എല്ലാം ഉപയോഗിച്ചിരിക്കുന്നത്. നല്ല ഒറിജിനൽ ഗിയറൊക്കെ ഒറിജിനൽ വന്നേക്കണം. ചില ഇപ്പോൾ മിക്കതും ഇപ്പോൾ ഗിയറിന്റെ അവൈലബിലിറ്റി കുറഞ്ഞുകൊണ്ട് പല സൈക്കിളിലും ഇപ്പോൾ ലോക്കൽ ഗിയർ ചെയ്ത് തന്നെ. അപ്പോൾ ഫ്രണ്ട്സ്, ടൊറൻഡോ M30യുടെ ഓൺലൈൻ പ്രൈസ് എത്രയാണെന്ന് വെച്ചാൽ 29,999 ശരിക്കും ഈ ഒരു പ്രൈസിൽ നമുക്ക് വാല്യൂ ഫോർ മണിയാണ്. എന്തായാലും ഇപ്പോൾ കുറേ നാളായിട്ട് സൈക്കിളിൻ്റെ അവൈലബിലിറ്റി കുറവാണ് ഇപ്പോൾ. അപ്പോൾ ഈ ഒരു പ്രൈസിൽ ഈ ഒരു സ്റ്റൈലിഷ് ആയിട്ടുള്ള സൈക്കിൾ ശരിക്കും 30 രൂപ റേഞ്ചൊക്കെ സൈക്കിൾ നോക്കുന്നവർക്ക് എന്തായാലും വാല്യൂ ഫോർ മണിയാണ്. അപ്പോൾ നിങ്ങൾ സെലക്ട് ചെയ്യാം സൈക്കിൾ നോക്കിയിട്ട്. നമ്മൾ M20 ഉള്ള M30 ഒക്കെ നല്ല അടിപൊളി സൈക്കിളാണ്. പിന്നെ പ്രൈസ് ഞാൻ പറഞ്ഞായിരുന്നു, ചിലപ്പോൾ ഇനി റേറ്റ് കൂടാൻ ചാൻസ് ഉണ്ട്. കാരണം അതിൽ ലോക്ക്ഡൗൺ ഒക്കെ ഇനി വരാൻ പോവാണ്. ഇപ്പോൾ തന്നെ സൈക്കിളിൻ്റെ അവൈലബിലിറ്റി കുറവാണ്. നമുക്കിപ്പോൾ കുറച്ച് പീസ് വന്നിട്ടുണ്ടായുള്ളൂ, അപ്പോൾ തന്നെ കുറേ സൈക്കിൾ സെയിലായി. അപ്പോൾ ടൊറൻഡോയെ പറ്റി എന്ത് സംശയം ഉണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാവുന്നതാണ്. ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു സൈക്കിൾ ഇപ്പോൾ സ്റ്റോക്ക് ഉണ്ട്, കൊച്ചി കോസ്മോസ് മോഡലിൽ ഇപ്പോൾ സ്റ്റോക്ക് ഉണ്ട്. അപ്പോൾ ഓക്കെ, നമ്മുടെ വീഡിയോ ഇപ്പോൾ അവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം. നമുക്ക് മറുപടി വരാവുന്നതാണ്. അപ്പോൾ